നമസ്കാരം. ഡാറ്റാമൈൻ 360 ഫാക്ട് ചെക്കിലേക്ക് സ്വാഗതം. വാർത്തകൾക്കപ്പുറത്തെ ഡാറ്റ മാത്രമല്ല, വസ്തുത കൂടി ഡാറ്റാമൈൻ 360 പരിശോധിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഡാറ്റാമൈൻ 360 അന്വേഷിക്കുന്നത്. ആദ്യം ആ പ്രസ്താവന ഒന്ന് കേൾക്കാം. ഇപ്പൊ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റും. എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? അതായത് 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, മറൈൻ ബോട്ട്, ഇപ്പൊ നേവിയുടെ ബോട്ട് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംവിധാനം. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ കൊളച്ചലിൽ പോയി കൂടി ആ പരിശോധന നടത്തി. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ്. അതിൽ ആദ്യത്തെ പ്രസ്താവന നമുക്കൊന്ന് പരിശോധിക്കാം. കടലിൽ പോയി കഴിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായാൽ 7 വർഷത്തിന് ശേഷമേ നഷ്ടപരിഹാരം നൽകാനാകൂ എന്നതാണ് നിയമം. അതൊക്കെ ഈ സർക്കാർ മാറ്റും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിയുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ രംഗത്തെത്തുകയുണ്ടായി. ഓഖി ദുരന്ത സമയത്ത് ആ നിയമം മാറ്റിയിട്ടുണ്ട് എന്നാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത്. ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞതിലും സത്യമുണ്ടോ എന്ന കാര്യം ഡാറ്റാമൈൻ 360 പരിശോധിച്ചു. നിയമസഭാ ചോദ്യോത്തരം. നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 1181, ദിവസം 5/3/2018. ചോദ്യം ഹൈബി ഈഡൻ, KS ശബരിനാഥൻ. ഉത്തരം ജെ മേഴ്സിക്കുട്ടിയമ്മ. സി പിരിവ്. ഓഖി ദുരന്തത്തിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങൾക്ക് ഇതിനകം അനുവദിച്ച ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം: മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച 20 ലക്ഷം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന അതേ നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് നിയമവ്യവസ്ഥയിൽ പ്രത്യേക ഇളവ് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് റവന്യൂ, ആഭ്യന്തരം, ഫിഷറീസ് വകുപ്പ് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ആദ്യം ലഭിച്ച രേഖ. അതായത് കാണാതായവരുടെ കുടുംബങ്ങൾക്ക് കൂടി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് ഈ രേഖയിൽ പറയുന്നത്. അതോടൊപ്പം അക്കാര്യത്തിൽ നിയമവ്യവസ്ഥയിൽ ആവശ്യമായ ഇളവ് നൽകുന്നതിനായി സെക്രട്ടറി തല സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ മറുപടിയിൽ പറയുന്നു. ഇനി മറ്റൊരു രേഖ കൂടി കാണാം. നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 1565, 7/6/2018 നൽകിയ മറുപടി. ചോദ്യം KC ജോസഫ്, M വിൻസെന്റ്. ഉത്തരം ജെ മേഴ്സിക്കുട്ടിയമ്മ. ചോദ്യം: ഓഖി ദുരന്ത ബാധിതർക്ക് സർക്കാർ ഇതിനോടകം നൽകിയ സഹായം എന്തൊക്കെയാണ്? ഉത്തരം: മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ ആശ്വാസ ധനസഹായമായി പ്രഖ്യാപിച്ച 20 ലക്ഷം രൂപയുടെ ധനസഹായം കാണാതായ 91 പേരുടെ ആശ്രിതർക്കും അനുവദിച്ചിട്ടുണ്ട്. ഇതേ ഉത്തരം തന്നെ 18/6/2018 മുല്ലക്കര രത്നാകരനും നൽകിയിട്ടുണ്ട്. 6 മാസത്തിനകം തന്നെ കാണാതായവരുടെ കുടുംബങ്ങൾക്കും പണം നൽകിയെന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നു. അതായത് ആദ്യമായല്ല ഇത്തരമൊരു നിയമത്തിൽ ഇളവ് വരുത്തുന്നത്. നേരത്തെ തന്നെ സർക്കാർ ഈ നിയമത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് കാണാം. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഹെലികോപ്റ്റർ ഉൾപ്പെടെ കൊണ്ടുവന്ന് മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ നടത്തുന്നത്. കാണാതായവരുടെ ബന്ധുക്കൾ നിരന്തരം പ്രതിഷേധമുയർത്തിയപ്പോൾ 10ാം ദിവസമാണ് കോമ്പിംഗ് ഓപ്പറേഷൻ നടക്കുന്നത് എന്നതാണ് സത്യം. അതിനു മുമ്പ് തിരച്ചിൽ നടന്നിട്ടില്ല എന്ന് കാണാതായവരുടെ ബന്ധുക്കൾ പറയുന്നത് വിവിധ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതിനു മുമ്പ് മത്സ്യത്തൊഴിലാളികളുടെ തിരച്ചിലിനായി ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ടില്ലേ? പഴയ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പ്രകാരം ഓഖി ദുരന്ത സമയത്ത് ഇത്തരം കോമ്പിംഗ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഡെക്കാൻ ക്രോണിക്കിൾ വാർത്ത ഇങ്ങനെ: ഓഖി ഡെത്ത് ടോൾ റൈസസ് ടു 7, നേവി സേവ്സ് 218 ഫിഷർമെൻ. നാവികസേന രക്ഷപ്പെടുത്തിയ ഫിഷർമെൻ ഹെലികോപ്റ്ററിൽ ശംഖുമുഖം ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ച ഫോട്ടോയും നൽകിയിട്ടുണ്ട്. ആ വാർത്തയിലെ മറ്റൊരു ഭാഗം: വാർഷിപ്പ് INS ഷാദുൽ, INS നിരീക്ഷക്, INS കൽപ്പേനി, INS കബ്രായൻ, 7 other naval ships, 2 helicopters, 2 Dornier aircraft, 2 ships and 2 helicopters of Coast Guard took part in the operation. നേവൽ ഷിപ്പുകളും ഹെലികോപ്റ്ററുകളും അടക്കം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ സൈന്യത്തിനൊപ്പം രക്ഷാപ്രവർത്തനത്തിനായി പോകുന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചരിത്രത്തിലാദ്യമായല്ല ഇത്തരം ഓപ്പറേഷൻസ് നടക്കുന്നത്. തിരച്ചിലിന് മുമ്പും ഹെലികോപ്റ്ററും ഷിപ്പുകളുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ആ വാദവും തെറ്റാണെന്ന് ഡാറ്റാമൈൻ 360യുടെ ഫാക്ട് ചെക്കിൽ തെളിയുന്നു. ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട 2 പോയിന്റുകളും ശരിയല്ല എന്നാണ് ഫാക്ട് ചെക്കിൽ നിന്നും വ്യക്തമാകുന്നത്. നന്ദി, നമസ്കാരം.